മാവിലരുടെ പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ ഒന്നാണ് മംഗലംകളി. ചെറുമന്മാർ, വേട്ടുവർ, ചെറവർ എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന മലവേട്ടുവരും ഇത് ആഘോഷിച്ചു വരുന്നു. കാസർഗോഡ് ജില്ലയിൽ എമ്പാടും, കണ്ണൂർ ജില്ലയിൽ ചുരുങ്ങിയ അളവിൽ മലവേട്ടുവരെ കണ്ടുവരുന്നു. കലാരൂപങ്ങളെ അംഗീകരിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് മംഗലം കളിയെ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത്. മാവിലാർ, മലവേട്ടുവർ തുടങ്ങിയ സമുദായങ്ങളിലാണ് മംഗലം കളി കണ്ടുവരുന്നത്. മധ്യഭാഗത്തായുള്ള തൂണിന് ചുറ്റി നിന്നുകൊണ്ടാണ് ആളുകൾ മംഗലം കളി കളിക്കുന്നത്. രാത്രി മുതൽ പുലർച്ചെ വരെയാണ് മംഗലം കളിയുടെ സമയം. എന്നാൽ പകൽ പെണ്ണിനെ വരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അവസരങ്ങളിലും പാട്ടുപാടി നൃത്തം ചവിട്ടാറുണ്ട്. പന്തലുകളിലാണ് മംഗലം കളി അരങ്ങേറുന്നത്. കാരണവന്മാരും മൂപ്പന്മാരും തദവസരത്തിൽ സന്നിഹിതരായിരിക്കും. മംഗലങ്ങളിൽ പാടുന്ന പാട്ടുകളിൽ കല്യാണ ചടങ്ങുകളെ പറ്റി പ്രതിപാദിക്കുന്നില്ല. ജില്ലയിലെ ചില ഇടങ്ങളിലുമായി കണ്ടുവരുന്ന ഒരു വിഭാഗമാണ് മാവിലാർ. മലയാളവും തുളുവും കലർന്ന ഒരു ഭാഷയാണ് അവരുടേത്. ഭാഷയ്ക്ക് ലിപിയില്ല. വിവാഹ ആഘോഷച്ചടങ്ങുകളിൽ കാണുന്ന സവിശേഷതയായിരുന്ന ഒരു കലാരൂപമാണ് മംഗലം കളി. മലവേട്ടവരും മാവിലരും പാടുന്ന പാട്ടുകളിൽ വ്യത്യാസമുണ്ടെങ്കിലും അവതരണത്തിൽ മൗലികമായ വ്യത്യാസം കാണുന്നില്ല. പാട്ടിന്റെയും താളത്തിന്റെയും കൂടെ സ്ത്രീ പുരുഷന്മാർ വട്ടത്തിൽ നിന്ന് ആടിപ്പാടുന്ന രീതിയാണ് മംഗലം കളിക്ക്. തുടിയാണ് പ്രധാന വാദ്യോപകരണം.
ചെണ്ടയിൽ പോലെ വിരിഞ്ഞു കെട്ടിയ കയറുകളിലൂടെ തുടിയുടെ ശബ്ദം ക്രമീകരിക്കാൻ സാധ്യമാണ്. മംഗലം കളിക്ക് പ്ലാവ്, മുരിക്ക തുടങ്ങിയ മരങ്ങളുടെ തടിയാണ് തുടിയുണ്ടാക്കാനായി ഉപയോഗിക്കുന്നത്. ഉടുമ്പ്, വെരുക തുടങ്ങിയ മൃഗങ്ങളുടെ തോലാണ് ഇതുണ്ടാക്കാനായി ഉപയോഗിക്കുന്നത്. മംഗളങ്ങളിക്ക് ഉപയോഗിക്കുന്ന തുടിയുടെ ശബ്ദം ക്രമീകരിക്കുവാനുള്ള പ്രധാന സംവിധാനം ചെണ്ട എന്ന പോലെ തുടിയിലുമുണ്ട്. ചെറുതോ വലുതുമായ തുടിയുടെ ശബ്ദത്തിൽ വ്യത്യാസമുണ്ട്. മംഗളങ്ങളിക്ക് സാധാരണമായി 7 തുടികളാണ് ഉപയോഗിക്കാറ്.